കണ്ണൂരിൽ വി കുഞ്ഞികൃഷ്ണനെതിരായ CPIM പ്രതിഷേധത്തിൽ പങ്കെടുത്ത് പരോൾ ചട്ടം ലംഘിച്ച് ബോംബേർ കേസിലെ പ്രതി പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി VK നിഷാദാണ് പരോൾ ചട്ടം ലംഘിച്ചത്. ഒരു രാഷ്ട്രീയ പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല എന്നായിരുന്നു പരോൾ ചട്ടം. നിഖിൽ അളവൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് വിവരങ്ങൾ? ഹർഷൻ, വി കുഞ്ഞികൃഷ്ണനെ CPIM പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പയ്യന്നൂരിൽ വിവിധ ഇടങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഉൾപ്പെടെ CPIM പ്രവർത്തകർ നടത്തിയത്. അത്തരത്തിൽ പയ്യന്നൂരിൽ നടന്ന ഒരു ആഹ്ലാദ പ്രകടനത്തിലാണ് VK നിഷാദും പങ്കെടുത്തത്. VK നിഷാദ് നമുക്ക് അറിയുന്നത് പോലെ പയ്യന്നൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. പക്ഷേ ഈ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടതോടുകൂടി ഇതുവരെയും സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ നിഷാദിന് പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അച്ഛന് അസുഖമാണ് എന്ന ഒരു കാരണം കൊണ്ടായിരുന്നു നിഷാദിന് ഏറ്റവും ഒടുവിൽ പരോൾ ലഭിച്ചിരുന്നത്. ആ പരോൾ കഴിഞ്ഞ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് നിഷാദ് തിരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തിരിച്ചെത്തിയത്. ഇതിനിടയിലാണ് ഇന്നലെ ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത്. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചുൾപ്പെടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഈ വീട്ടിന് പരിസരത്തേക്ക് പോയ പ്രതിഷേധ പ്രകടനത്തിന്റെ തുടക്കത്തിൽ നിഷാദ് കൂടി ഉണ്ടായിരുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഈ പരോൾ അനുവദിക്കുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട്, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിലും മറ്റും പങ്കെടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും അത്തരം പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. നിഖിൽ ആണ് വിവരങ്ങൾ നൽകിയത്.